വളരെ മാന്യമായി ഷജറ എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് വിനയപൂർവം നീലഗിരി മുജീബ് അൻസരി അതുപോലെ മാനന്തവാടി അബൂ താഹിർ ഫൈസി ഒക്കെ മാന്യമായിട്ട് സംസാരിക്കണം, സഭ്യമായിട്ട് സംസാരിക്കണം എന്ന് നമ്മളോട് പറയുമ്പോൾ ചെറിയൊരു ചോദ്യ സഹിതം 100% മാന്യമായിട്ട് നിങ്ങളോട് സംസാരിക്കണം. ചോദ്യതാണ്, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പല സൈബർ പോരാളികളും പാണക്കാട്ട് തങ്ങൾക്കെതിരെ, മുസ്തഫൽ ഫൈസിക്കെതിരെ, ബഹാവുദ്ദീൻ ഉസ്താദിനെതിരെ, സമദ് സാഹിബ് പൂക്കോട്ടിനെതിരെ, ഓണംപള്ളി ഉസ്താദിനെതിരെ, നാസർ ഫൈസിക്കെതിരെ ഒക്കെ നീചമായി നികൃഷ്ടമായി സോഷ്യൽ മീഡിയകളിൽ പറയും എഴുതിയൊക്കെ ചെയ്യണതിന്റെ എമ്പാടും തെളിവുകൾ നമ്മളെ കയ്യിലുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലേ? ഷജറകളായവർക്ക് അതൊക്കെ പറ്റും, നമ്മളെ പോലത്തെ നാടന്മാർക്ക് പറ്റൂല എന്ന് നിങ്ങളെ മതം. അതേതായാലും പോട്ടെ. ഇനി നിങ്ങളൊക്കെ തന്നെ, അതായത് ഈ മുജീബ് അൻസരിയും അതുപോലെ തന്നെ അബൂ താഹിർ ഫൈസി മാനന്തവാടിയൊക്കെ സഭ്യതയുടെ സീമ ലംഘിച്ച പല ക്ലിപ്പുകളും തപ്പിയാ കിട്ടും. ഇനി അതും പോട്ടെ, നിങ്ങളെ ആദർശത്തിന്റെ വലിയ സിങ്കായിട്ട് കൊണ്ടിടുന്നില്ലേ. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാന്മാരിൽ മഹാനായ ബുഖാരി ഇമാമിനെ തള്ളിയാലും ജിഫിരി തങ്ങളെ വഹാബിയാക്കിയാലും ഒക്കെ ആക്കിയാലും വേണ്ടിയില്ല, എന്നാലും അയാൾ പറഞ്ഞതിൽ ചില കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളെ ചില ക്ലിപ്പുകൾ ഇപ്പോഴും കൊണ്ടെടുക്കുന്ന ആളുകളാ ഷജറുകൾ. ഞാളെ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതുപോലെ, അയാൾ പറഞ്ഞതിൽ കുറച്ച് കാര്യമുണ്ട് പറയും. മലത്തിൽ പോഷകം തരുന്ന പോലെ, ഭാഷ നന്നാക്കിയ പ്രശ്നമില്ലല്ലോ, അയാൾ ചിലത് പറഞ്ഞത് കാര്യ എന്ന് പറഞ്ഞിട്ട് മാനന്തവാടിയൊക്കെ പൈസയൊക്കെ ഇടക്കിടക്ക് പോരുന്ന ആളാ, ഇപ്പോഴും കൊണ്ടെടുക്കുന്ന ആളാ. ഇവലൊക്കെ ആദർശത്തിന്റെ ബേസ് അയാളാ. ആ മുത്തേടം കാസിമി റമദാൻ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞു കൂട്ടിയ പൂരത്തെറികൾ 5 കളിയുണ്ട്. അത് നിങ്ങൾക്ക് പേറ, ഒരു കുഴപ്പമില്ല. അതുപോലെ വാക്കോട് ഉസ്താദ് മുഷാവർ അംഗാണ്. സഹപ്രവർത്തകനായ വയോധികനായ സ്വന്തം സഹപ്രവർത്തകനായ ഉസ്താദുമാരെ പറ്റിയിട്ട് മൊയന്തന്മാരെന്ന് പറയാം. പുത്തനൈ ഫൈസിനൊക്കെ പറ്റിയിട്ട്. അതേപോലെ തന്നെ AV മൗലവി അസഭ്യമായി സംസാരിക്കണേ, മാന്യമല്ലാതെ സംസാരിക്കണേ, അമാന്യമായി അസഭ്യം എന്ന് തന്നെ പറയാം, നീചമായ രീതിയിൽ തന്നെ മുഷാവർ അംഗമായ പട്ടിക്കാട് ഫൈസി, അസ്കർ അലി ഫൈസി പ്രസംഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആലമ്പാടി ദാരിമി തന്തക്ക് പറഞ്ഞ രൂപത്തിലൊക്കെ പ്രസംഗിക്കുക, തന്തക്ക് പറയണേ ചെയ്യാ. അതേപോലെ മുക്കം ഫൈസിനുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സഭ്യാണ്. ഇവരൊന്നും തിരുത്തപ്പെടേണ്ടവരല്ല. എത്ര വിചിത്രമാണ് നിങ്ങളെ വാദഗതി. നിങ്ങളുടെ കൂട്ടത്തിലെ വലിയ വലിയ ആളുകൾ, ഞാൻ അതിലും വലിയവരുണ്ട്, നമ്മൾ തുറന്നു പറയാൻ പേര് പറയാൻ മടിക്കണേ, അത്രാണ്ട് പോണ്ട എന്ന് പറഞ്ഞതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സഭ്യമല്ലാത്ത അമാന്യമായ വാക്കുകൾ, അസഭ്യമായ വാക്കുകൾ പറഞ്ഞ പലരും തെളിവുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ചർച്ചല്ല. നമ്മളെ പോലത്തെ ഒരു നാടൻ മാന്യമല്ലാതെ സംസാരിച്ചു എന്നാ പറഞ്ഞു. ഇനി ആയിക്കോട്ടെ, നിങ്ങളോട് മാന്യമായിട്ട് തന്നെ സംസാരിക്കാം. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം നടക്കണ വലിയ ചർച്ച ഹക്കീം ഫൈസിനെ കേട്ടോ കേട്ടില്ല എന്നുള്ള ചർച്ചയല്ലേ. നമ്മൾ ആദ്യം കൂടിയൊരു വിഷയം അത്. ഞാൻ അതിനാണ് AV മൗലവി എന്ന് പറഞ്ഞ നന്ദിയിലെ നമ്മളെ മുഷാവർ അംഗം AVനെ വിളിച്ചത്, ഫോൺ വിളിച്ചത്. ആ ഒരു ചർച്ച ഉണ്ടായപ്പോ കേട്ടില്ല എന്നിങ്ങനെ കേട്ടപ്പോ തീരുമാനാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അയാളെ ഫോൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇല്ല, വ്യക്തിപരമായി ഹക്കീം ഫൈസിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അയാളെ ഭാഗം കേട്ടിട്ടില്ല. ഇതിലൊരു ഗുരുതര വിഷയം, ഒരു അപകടം എല്ലാവരും കേട്ടോളിട്ടോ. അതായത് ഹക്കീം ഫൈസിക്കെതിരെ വ്യക്തിപരമായി ഉന്നയിച്ച ആരോപണങ്ങൾ, മതവിരുദ്ധത, ഈ ചോദ്യം മനസ്സിലാവാത്ത പോലെ ഡ്രാമ കളിക്കാനുള്ള ഇപ്പോഴും സത്യത്തിൽ നിങ്ങളൊക്കെ ചെയ്യണ പണി ആലോചിച്ച് നോക്കി. അവിടുന്ന് കേട്ടു, അവിടെ സിറ്റിംഗ് എന്ന് കേട്ടു, ഇവിടെ സിറ്റിംഗ് എന്ന് കേട്ടു. CIC വിഷയത്തിൽ കേട്ട കഥയെ പറഞ്ഞുകൊണ്ടിരുന്നത്. ചോദ്യം എന്താ? അതായത് സ്പോർട്സ് മീറ്റിനെ പറ്റി, അതേപോലെ തന്നെ വിവാഹപ്രായത്തിനെ പറ്റിയൊക്കെയുള്ള ചർച്ച. ഈ ചർച്ചയിൽ CICന്റെ ഒരു പ്രതിനിധിയായിട്ട് ഹക്കീം ഫൈസി പങ്കെടുത്തില്ല എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഇതിന്റെ ഗുരുതര വിഷയം ഞാൻ പറഞ്ഞുതരാം. ഹക്കീം ഫൈസി എന്ന വ്യക്തിനെ പറ്റി, അയാൾക്ക് മതവിരുദ്ധത ഉണ്ട്, അയാൾക്ക് നബിനിന്നുണ്ട്, അയാൾക്ക് ഇന്നാലിനെ പുത്തൻവാദം ഉണ്ട് എന്നൊക്കെ അടുത്ത് ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി. അപ്പോ അയാളെ ഭാഗം ഒന്ന് കേൾക്കണ്ടേ? എത്ര ഇനിയിപ്പോ ഒരു അരിച്ചാല് കിടക്കുന്ന മനുഷ്യനാണെങ്കിൽ എത്ര മോശാന്ന് കുട്ടികളെ അയാൾക്ക് ഇനി കുറെ ധാഷ്ട്യുണ്ടെന്ന് കുട്ടികളി. ഇനി നമ്മൾ വിളിച്ചു, അയാളോട് ഇങ്ങനെയൊക്കെ പറയാൻ ഉണ്ട്, നിങ്ങളെ ചില സംഗതികൾ പറയാനുണ്ട്, ഹക്കീം വെച്ചുകൊണ്ട് വരണം എന്ന് പറയാം. എന്നിട്ട് അയാൾ എനിക്ക് സൗകര്യം എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾക്ക് ജനങ്ങളോട് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായോ? ഹക്കീം ഫൈസിന് ഒരിക്കൽ ഈ വിഷയം പറയാൻ വേണ്ടി വിളിച്ചിനി, അപ്പൊ മൂപ്പര് വന്നില്ല എന്നാണെങ്കിൽ ഓക്കെ, അത് ഉണ്ടായിട്ടില്ല. ഇയാളെ വിഷയം പറയാൻ വേണ്ടി വിളിച്ചിട്ടില്ല. ഇല്ല, ഇയാൾക്ക് വ്യക്തിപരമായി ആരോപിച്ച വിഷയങ്ങൾ അയാൾ ഒരിക്കൽ പോലും കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ എൻ്റെ ഏറ്റവും വലിയ അപകടം എന്താ? ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി അയാൾക്ക് ധാഷ്ട്യുണ്ട്, അയാൾക്ക് ഇതുണ്ട്, പിന്നെന്താ പറയാ, ഗമുണ്ട് എന്നൊക്കെ നിങ്ങൾ സങ്കല്പിച്ചോളി.
അയാൾ ചില വർത്താനൊക്കെ പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അത്രക്കും ആ മനുഷ്യനെ ഇട്ട് ചവിട്ടിയിട്ടാ. നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല, കാരണം നിങ്ങൾക്കല്ലത് ഏൽക്കണത്. അവർ മനുഷ്യനെ മതവിരുദ്ധനാക്കി ചിത്രീകരിക്കുമ്പോൾ, ജാതി എന്ന് പുറത്താക്കി ചിത്രീകരിക്കുമ്പോൾ അയാൾ പ്രകോപനല്ല, അങ്ങനെ രീതിയിൽ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ അവനാനാണ്ട് വന്നു നോക്കണം, അപ്പാണ് മനസ്സിലാവേണ്ടത്. അങ്ങനൊക്കെ ആക്കിയൊരു മനുഷ്യൻ ഞാൻ അങ്ങനൊക്കെ ഉണ്ട് എന്ന് സങ്കല്പിച്ചാലും ഈ ഹക്കീം ഫൈസി എന്നെ കേൾക്കണം, ഇവിടെ അടുത്തൂടെയും ജിഫിരി തങ്ങളെ വിളിച്ചു, എന്നെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഇല്ലേ. അങ്ങനെ ഒരു മനുഷ്യൻ തയ്യാറായാൽ ഇപ്പൊ എന്നെ പറ്റിയാണ്, അല്ലെങ്കിൽ മുജീബ് അൻസരിനെ സമസ്തയിൽ നിന്നാണ് പുറത്താക്കി, മാനന്തവാടിനാണ് പുറത്താക്കി, ഓല ഭാഗം കേൾക്കാതെ. അപ്പം ചിലപ്പോൾ നിങ്ങൾ ധാഷ്ട്യം കാട്ടിനും സങ്കല്പിക്കുക, ഞാൻ ധാഷ്ട്യം കാട്ടിയും സങ്കല്പിക്കാം. എന്നാൽ പിന്നെ നിങ്ങൾ തയ്യാറായി വരികയാണ്, ഞാൻ അങ്ങനെ തന്നെ സങ്കല്പിച്ചോളി, എന്നെ കേൾക്കണം. നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചല്ലോ, ഒരു മനുഷ്യൻ സുന്നത്യമായത്തിന് നമ്മളൊക്കെ അവിടെ പുറത്താക്കിയ മനുഷ്യൻ സുന്നത്യമായത്തേക്ക് എന്റെ തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, നിങ്ങൾ തിരുത്തി തരി, എന്റെ ഭാഗം ഒന്ന് കേക്കി തെറ്റിദ്ധാരണ മാറ്റി എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ കേൾക്കാതെ ചവിട്ടി പിടിച്ചിരിക്കണ എവിടുത്തെ ദീനാണ്? ആര് പറഞ്ഞ ആര് പഠിപ്പിച്ച ദീനാ? ഒരു മനുഷ്യൻ പറയാ എന്റെ നിരപരാധിത്വം കേൾക്കണം, ഇക്കണ്ട ആലിമീങ്ങളോടൊക്കെ ഓലാരും കേൾക്കാൻ തയ്യാറാവണില്ല. എത്തപ്പ അതിന്റെ ഗൗരവം? നമ്മൾ ചിന്തിച്ചു നോക്കിയാണ്. ഇവിടെ അടുത്തോടും വിളിച്ചു, വാഫികളൊക്കെ പറഞ്ഞു അയാളെ പിന്നെ പേറാൻ ഞങ്ങൾ റെഡി ആവില്ല, അയാളതിന് തയ്യാറാവണില്ലെങ്കിൽ ഹക്കീം ഫൈസിന്റെ ഭാഗം കേൾക്കാൻ അയാൾ വരാൻ റെഡിയാ. അയാൾക്കെതിരെ മതവിരുദ്ധത ആരോപിച്ച വിഷയത്തിൽ, അയാൾ നബിയിൽ നിന്ന് ആരോപിച്ച വിഷയത്തിൽ അയാൾ കേൾക്കാൻ റെഡിയാണ്. ആലിമീങ്ങൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും അയാൾ റെഡിയാ. നമ്മളും കൊണ്ടുവരാം അയാളെ, ഞാനും തയ്യാറാവാം. ഇപ്പുറത്തുനിന്ന് കേൾക്കണ്ടേ? ഇനി ഒക്കെ പറഞ്ഞ ആ ഒരു വിഷയം പറഞ്ഞിട്ടില്ല ഇപ്പൊ CIC തള്ളിയേ. CIC ഇന്നാലിന്റെ കുഴപ്പമുണ്ടെന്നല്ലോ പറഞ്ഞേ. ഈ ചോദ്യം ആർക്കും മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ലോ. കാപ്പട്ടിയും കളിക്കല്ലേ നിങ്ങളൊക്കെ ചെയ്യണത്. പലവട്ടം കേട്ടു ഇങ്ങനെ പാടുക. എന്നാൽ ഇത് ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ജനലക്ഷങ്ങളെ, ഞാൻ എപ്പോഴും പറഞ്ഞാൽ ജനലക്ഷങ്ങളെ സാക്ഷിയാക്കി സനത് വായിച്ചു എന്ന് എപ്പോഴും അങ്ങനെ പറയും. അതൊക്കെ നാറി പൊളിച്ച് സനതൊക്കെ നസബായിലും വലിയ കബകൂബായൊക്കെ പോയതൊന്നും ബലറിഞ്ഞിട്ടില്ല പലരും. അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കണ്ടേ വിശ്വസിക്കും. അത് കിട്ടാനും വേണ്ടി സംഖ്യകളൊക്കെ കളവ് പറഞ്ഞ മാതിരി മലപ്പുറം അങ്ങനത്തെ മോശമാണ്, ഒരു പാകിസ്ഥാനാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുക. അപ്പൊ സംഖ്യകൾ, ഉത്തരേന്ത്യയിലെ സംഖ്യകൾ വിശ്വസിക്കും. അതേമാതിരി ഷജറ പ്രസംഗം വീഡിയോകൾ മാത്രം കേൾക്കണോലും ഇങ്ങനെ വിശ്വസിക്കും. മറുവശം കേൾക്കാൻ റെഡിയായി. എന്താ ഈ മുജീബ് അൻസരി നീലഗിരി ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ മറുപടി വാഫികൾ പറഞ്ഞതിലുണ്ട്. എന്താ വലിയ ക്ലിപ്പിടൽ വീരന്മാരാണല്ലോ നിങ്ങളൊക്കെ, മോശാക്കി പറയല്ല, വലിയ ക്ലിപ്പിടണ നിങ്ങളൊരു പണിയായിട്ട് എടുക്കണല്ലോ, നമ്മളൊന്നും അല്ല. ഞങ്ങള് ആ ക്ലിപ്പിട്ടിട്ട് അഹമ്മദ് വാഫി കക്കാടൊക്കെ പറഞ്ഞ തഹ്ത ഇഷ്റാഫിന്റെ വിഷയമൊക്കെ അതിനൊക്കെ ഒന്ന് ഗണ്ണിക്ക്. എന്താണ് ആ വിഷയം? നിങ്ങളൊക്കെ പറഞ്ഞ മാതിരി സമസ്തന്റെ കീഴിലാക്കണമെന്ന് ഒന്നാമത്തെ സനദ് മുതൽ, പിന്നെ സനദ്ദാനം മുതൽ ആവശ്യപ്പെട്ട കഥ ഒന്നല്ല അതിന്റെ കഥ. അത് വളാഞ്ചേരി മർക്കസിന്റെ കീഴിലാക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം വന്ന്, അതൊക്കെ നിങ്ങൾ മറച്ചു വെക്കുക. ഹംസക്കുട്ടി വലിയാരാറിന വ്യക്തി, അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രസിഡന്റ്, ഇവിടുന്ന് ഒരു കത്ത് കൊടുക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് ഹൈദർശാബ്ദങ്ങൾ ഒപ്പിടും. CIC എന്നൊരു കത്ത് കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി കത്ത് കൊടുത്തു, അതിലും ഹൈദർശാബ്ദങ്ങൾ ഒപ്പിട്ടു. ആ വിഷയം അവിടെ തീർന്നു. എന്നിട്ട് പിന്നെ അയാൾക്ക് അത് നടക്കൂല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ആക്കണം എന്നിട്ട് അയാൾക്ക് സതുദ്ദേശം ഇല്ല ആ വിഷയത്തിൽ. മാത്രമല്ല അഹമ്മദ് വാഫി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, നമ്മളെ പല ഉന്നതമായ സ്ഥാപനങ്ങളെ സർട്ടിഫിക്കറ്റുകൾ അങ്ങനെ അല്ല, ഓരോ സർട്ടിഫിക്കറ്റ് എടുത്തു കാട്ടിയിട്ട് അയാൾ പ്രസംഗിക്കണതാ. ഗണ്ണിക്ക്, നമ്മൾ ഗണ്ണിക്കണ്ടേ? അതേപോലെ തന്നെ ഇതാ വഹാബിന്റെ ഗ്രന്ഥം പഠിപ്പിച്ചു പറഞ്ഞു. വഹാബിന്റെ ഗ്രന്ഥം നന്ദിയിൽ പഠിപ്പിക്കണോ? നമ്മളെ മുഷാവറ അംഗം AV ഉസ്താദ് നേതൃത്വം കൊടുക്കണം, അങ്ങനെ തന്നെ പറയാം. പ്രതിപക്ഷ ബഹുമാനത്തിൽ തന്നെ പറയാം, വിയോജിപ്പ് കാട്ടണ്ട. AV ഉസ്താദ് നേതൃത്വം കൊടുക്കണം നന്ദിയില്, നമ്മളെ ദാരിമേൾ ഇറങ്ങണ നന്ദിയില് വഹാബിന്റെ പുസ്തകം പഠിപ്പിക്കണം. എന്തേ ആരും ഉണ്ടാത്ത്? ഇത് മഞ്ഞളം കളിയാ. ഇനിയിപ്പോ അയാളെ വേട്ടയാടിയ വിഷയങ്ങളെ കോലെന്തൊക്കെയാണ്? ഇപ്പൊ അയാളെ എല്ലാവരും, എല്ലാ സമസ്തക്കാർക്കും, അല്ലെങ്കിൽ പല സമസ്തക്കാർക്കും എന്ന് പറയാം, എല്ലാവർക്കും അല്ലെങ്കിലും പല സമസ്തക്കാർക്കും അയാളോട്, ഹക്കീം ഫൈസിനോട് കട്ടക്കലിപ്പ് കൂടാനുള്ള കാരണം എന്താ? ഒരു ചിത്രീകരണം. ഏതുപോലെ വളാഞ്ചേരി മർക്കസിൽ ഫീസ് കൊടുത്ത് പഠിച്ച കുട്ടികളെ ആ ലാസ്റ്റ് ഘട്ടം വരെ, ആ ലാസ്റ്റ് ഘട്ടത്തിലാണ് തടഞ്ഞപ്പോൾ ആ കുട്ടികളുണ്ടാക്കിയ സ്വാഭാവിക പ്രതിഷേധം രക്ഷിതാക്കൾക്ക്. അത് നമ്മളൊക്കെ രക്ഷിതാക്കളായി നോക്കണം, അപ്പാണ് കാണാം. ആരാ എന്താണെന്ന് നോക്കൂല. ഞാൻ പറയുന്നുണ്ട്, MT ഉസ്താദ് അല്ല വേറെ ആരെങ്കിലും ഒക്കെയാണ് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അന്ന് പെരുമാറും പിടിച്ചുണ്ട്. MT ഉസ്താദ് ആയതുകൊണ്ട് അത്ര തന്നെ ഒരു മാന്യത കാട്ടി അതിന്റെ വർത്താനം പറഞ്ഞു. പക്ഷെ അപ്പം ഗുരുനിന്ന ഉസ്താദുമാർക്കെതിരെ കയ്യോങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് നമ്മളല്ല, കയ്യല്ല, അതിന്റെ അപ്പുറം ഓങ്ങും. അയാതി സത്യത്തിൽ നീതീകരണം ഇല്ലാത്ത നെറികേടാണ് ആ മക്കളോട് ചെയ്ത്. അന്ന് രണ്ടും തന്നെ അള്ളാഹു തൗഫീഖ് ചെയ്തിട്ട് കോടതി വിധിയും ഒക്കെ അനുകൂലമായി ആ മക്കളവിടെ പഠിച്ചിട്ടുണ്ട്.
അടന്ന് വാഫി പുനരാരംഭിക്കുന്നുണ്ട് ഞാൻ കേട്ട്. ആ പാണക്കാട് സെയ്ത് മുനവറ ശാബ്ദങ്ങളൊക്കെ 100% സപ്പോർട്ടോടി അങ്ങനത്തെ ഒരു സംവിധാനത്തിന് നമ്മൾ തള്ളൂല എന്ന് പറഞ്ഞുകൊണ്ട് വാഫി അവിടെ കൊണ്ടെടുക്കുന്നുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ ഇക്കണ്ട പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ട് നോക്കുകയാണെങ്കിലും വാഫിക്ക് നല്ലോണം കുട്ടികളുണ്ട്. ആ കല്യാണമൊന്നും പറഞ്ഞു വരത്തണ്ട, അതൊന്ന് പഠിച്ചാൽ ഈ കണക്കിട്ടല്ലോ. അവിടുത്തെ കണക്കിട്ടും SNEC കണക്കിട്ടും. കണക്കൊക്കെ ഒന്ന് പുറത്തിട്ടാൽ എല്ലാവരും. ഞാൻ കാണിച്ചുതരാം SNEC കണക്ക് പറഞ്ഞിടത്തുള്ള വൈരുദ്ധ്യം. ആ പറഞ്ഞു എന്തെന്നാ, വേട്ടയാടിയ കോലം വളരെ വിചിത്രമാണ്. അയാൾക്കെതിരെ ആ ഒരു ആരോപണം ഉന്നയിച്ചു വിവാഹപ്രായത്തിന്റെ വിഷയത്തിൽ. ആദ്യ ഇതില് എന്താ പറയാ, അത് CAC നിയമമൊന്നുമില്ല. ഇനി ചില സ്ഥാപനങ്ങൾ ഈ ഇടക്കുന്നുള്ള കൊഴിഞ്ഞുപോക്ക്, 4-5 കൊല്ലം ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾ കല്യാണം കഴിച്ചു പോകുമ്പോൾ അത് വലിയ നഷ്ടമാണ് സ്ഥാപനത്തിന്. അത് നമ്മളിപ്പോ ഇനി നടത്തുന്നില്ല സംവിധാനം, അപ്പൊ മനസ്സിലാവും ഒരു വിഷയം തന്നെയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ചില സ്ഥാപനങ്ങൾ അതിന് ഉള്ളവർ ഇതിൽ ചേരാൻ നിൽക്കണ്ടെന്ന് ആദ്യമേ പറഞ്ഞ് എഴുതി ഒപ്പിടിച്ചിട്ടുണ്ട്. അതല്ല എൻ്റെ ഏറ്റവും വലിയ മാന്യത. ആദ്യം ഇത് തപസ്യപൂർണമായി ആലിമ്യങ്ങളുള്ള പോലെ പണ്ഡിത വനിതകൾ ഉണ്ടാവാനും വേണ്ടിയിട്ട് സമുദായത്തിൽ നഷ്ടം വന്ന് അന്യം വന്നു പോയ ഒരു വിഭാഗത്തിനെ വാർത്തെടുക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പൊ അതിനു വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരും. ഇപ്പൊ മിലിറ്ററിയിലൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന പോലെ പല ജീവിത സൗകര്യങ്ങളും പല സൗഭാഗ്യങ്ങളും ത്യജിച്ചിട്ടാ പലതും ചെയ്യാം. അങ്ങനെയാണ് നേടിയെടുക്കുക. പഠനത്തിനും വേണ്ടി അങ്ങനെ തപസ്യപൂർണമായിട്ട് ത്യാഗം സഹിക്കേണ്ടി വരും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പഠനത്തിന്. അതിന്റെ ഭാഗമാണ് ഒന്ന്, അങ്ങനെയും പറയാം. അതേപോലെ തന്നെ ഇത് സ്ഥാപനത്തിന് നഷ്ടമാണ്, സമുദായത്തിന് നഷ്ടമാണ്. അപ്പം അവിടെ ഉണ്ടാക്കിയ നിയമം, ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ നിയമം, കുട്ടികളെ ഈ പഠനം തീരുന്നവരെ വിവാഹം പറ്റൂല. അത് ആദ്യം പറയേണ്ട, ആദ്യം എഴുതി ഒപ്പിടിച്ചിട്ടുണ്ട്. പിന്നെ ബൈക്കൈമ ഇടപെടാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാലോ സമസ്ത പറഞ്ഞ് കേൾക്കാന്ന കോല് പറഞ്ഞതുമാണ്. അതൊക്കെ വാഫികൾ വിശദീകരിക്കുന്നുണ്ട്, മട്ടം പോലെ വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ആ ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ ഒന്ന് ഗണ്ണിച്ചു നോക്കി. അപ്പൊ അതിന് മറുപടി പറയാൻ വാഫികൾ ബാധ്യസ്ഥരാവും. വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഓരോ വിഷയത്തിലും വേട്ടയാടിയ രൂപം. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ടീമും ഒരു എന്താ പറയാ 100% ഹക്കീം ഫൈസിന്റെ പേരിൽ ഒരു കള്ളക്കത്തുണ്ടാക്കി ഒരു FB പോസ്റ്റ് ചെയ്ത സംഭവം, ഒരു കുറ്റപത്രം, ഒരു കള്ള കുറ്റപത്രം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, ആദ്യം ഒരു പേരും ഇല്ലാതെ ഹക്കീം ഹമീദ് ഫൈസിന്റെ കയ്യിൽ വന്ന് പിന്നെ ആലിക്കുട്ടി സാറിന്റെ പേരിൽ കൊടുത്ത് പിന്നെ സ്വാഭാവികമായിട്ട് ഒരു വീഡിയോ ഇറക്കാനൊക്കെ പറ്റി. അതൊക്കെ ചെയ്തു, അതൊക്കെ ചെയ്യല്ലോ, പിന്നെ നിവർത്തില്ലല്ലോ. അങ്ങനൊക്കെ ചെയ്ത കളികൾ, ഹക്കീം ഫൈസിന്റെ പേരിൽ ഇല്ലാത്ത കളവുകൾ ഒരു മനുഷ്യന്റെ പേരിൽ പറഞ്ഞു കൂട്ടിയതിന് കണക്കുണ്ടോ? അയാളെ ഏറ്റവും, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ അയാളോട് കട്ടക്കലിപ്പ് കൂടാൻ കാരണം എന്താ, സമസ്തക്ക് റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. പൊന്നാര മനുഷ്യന്മാരെ, നമ്മളെ പല സ്ഥാപനങ്ങളെ ജനറൽ ബോഡി അങ്ങനെയാണ്. ജനറൽ ബോഡിന്റെ കാര്യത്തിൽ സമസ്തക്ക് റേറ്റ് ഇല്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾ പറയുന്നുണ്ട് നേരിട്ട് ഇടപെടാനുള്ള റേറ്റ് ഇല്ല ജനറൽ ബോഡിയുടെ കാര്യത്തിൽ. അത് മൂപ്പര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമ്മളെ പല സ്ഥാപനങ്ങളും അങ്ങനെ, ഓരോ സ്ഥാപനങ്ങളും എണ്ണി പറയുന്നുണ്ട്. വാഫികളെ വിശദീകരണം ഒന്ന് കേട്ടു നോക്കി. അഹമ്മദ് വാഫി കക്കാട് പറയുന്നുണ്ട് വൃത്തിയായിട്ട് ഓരോ സ്ഥാപനങ്ങൾ. അൻവരി എങ്ങനെയാണ്, പിന്നെ പട്ടിക്കാട് എങ്ങനെയാണ്, എന്താ പറയാ, ഓരോ സ്ഥാപനങ്ങൾ, നന്ദി എങ്ങനെയാണ്, അതേപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഓരോന്നിന്റെയും കോല എങ്ങനെയാണ് ഒക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളെ കോല നിങ്ങൾ അതിൽ സമസ്തന്റെ കീഴിൽ നിന്ന് പല സർട്ടിഫിക്കറ്റും ഇല്ല. അതെന്താ കാരണം? ഇതൊക്കെ പറയുന്നുണ്ട്, എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ഈ മുജീബ് അൻസരിയൊക്കെ പറഞ്ഞ മാതിരി പ്രഥമ സർട്ടിഫിക്കറ്റിൽ തന്നെ സമസ്തന്റെ കീഴിൽ നിന്ന് എഴുതി ചേർക്കണം എന്നൊന്നുമല്ല. അവിടെ കളിച്ച കളി എന്താ, ആദർശേരി ഹംസക്കുട്ടി വല്യാര് അയാൾ ആവശ്യപ്പെട്ട എന്താണ് സത്യത്തില്, അത് വളാഞ്ചേരി മർക്കസിന്റെ കീഴിൽ നിന്ന് അതിൽ എഴുതണം എന്നാ. അത് നടക്കൂല എന്ന് കണ്ടപ്പോഴാ പിന്നെ സമസ്തന്റെ നാക്കണം എന്നൊക്കെ പറഞ്ഞു വന്ന്. അതൊക്കെ നീണ്ട കഥ, നമ്മൾ കഴിഞ്ഞ ക്ലിപ്പിലൊക്കെ പറഞ്ഞതാ. അതിലൊക്കെ നിജസ്ഥിതി അന്വേഷിച്ചാൽ അറിയാം. പല സർട്ടിഫിക്കറ്റും സമസ്തന്റെ സർട്ടിഫിക്കറ്റുകളിൽ, സ്ഥാപനങ്ങളെ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഇല്ല. അതിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ ബൈലോയിൽ ഉണ്ടായാൽ മതി. അങ്ങനെ കൊടുക്കുന്ന രീതിയില്ല. അതിനൊക്കെ ഒരു ചിട്ടവട്ടും കെട്ടും വട്ടൊക്കെ ഉണ്ടല്ലോ, അതിലങ്ങനെ കൊടുക്കുന്ന രീതിയില്ല. ഞാൻ സമസ്ത ആവശ്യപ്പെട്ടിട്ടുമില്ല. ഹംസക്കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ആവശ്യമാണ്. അതിന് മർക്കസ് കമ്മിറ്റിന്റെ മുഖം നൽകിയാണ് ഹൈദർ ശബ്ദം കൂടെ ഒപ്പിടിച്ച. അതിന്റെ മറുപടി കത്തിലും CIC എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റൂല എന്ന് CIC കൊടുത്ത കത്തിലും ഹൈദർ ശബ്ദങ്ങൾ തന്നെ ഒപ്പിട്ട് പണക്കട്ടങ്ങളെ ധിക്കരിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അതേപോലെ 600 പേജിന്റെ വിഷയം, അയാൾ സമസ്തക്ക് റേറ്റ് ഇല്ലാത്ത വിഷയത്തിൽ അയാൾ പറഞ്ഞ 100% ശരിയാണ്. ആ ജനറൽ ബോഡിയുടെ കാര്യത്തിൽ സമസ്തക്ക് റേറ്റ് ഇല്ല എന്ന് അയാൾ പറഞ്ഞത്. അതിന് അയാളെ മക്കിട്ട് തരേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞ സത്യ. അയാളെ പറ്റി നുണ ഉണ്ടാക്കി പറഞ്ഞാൽ എല്ലാവരും കുറ്റക്കാരാവും. അയാളെ പറ്റി എന്നല്ല, ആരെ പറ്റി പറഞ്ഞാലും, അതിന് എത്ര ബല്യോല് പറഞ്ഞാലും.
അയാളാ പറഞ്ഞ അതിന്റെ വാസ്തവമാണ്. നേരിട്ട് ഇടപെടാൻ സമസ്തക്ക് റേറ്റില്ല. എം ടി ഉസ്താദ് പറയുന്നുണ്ടല്ലോ സമസ്ത നേരിട്ട് നടത്തുന്ന സംവിധാനം അല്ലാന്ന് വാഫി. അതേപോലെ തന്നെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതൊക്കെ എം ടി ഉസ്താദ് പറഞ്ഞ ക്ലിപ്പുണ്ട്. എന്നിട്ട് പിന്നെ ആയിട്ട് മെക്കിട്ട് കയറുക. ഈ അക്കീം ഫൈസിനാണ് വേട്ടയാടി. അയാൾ റേറ്റ് ഇല്ല എന്ന് പറഞ്ഞു എന്നുള്ള അയാളോട് ഏറ്റവും വലിയ ദേഷ്യം പിടിച്ചൊരു സംഗതി. നേരത്തെ കുട്ടികളെ കാര്യം പറഞ്ഞാരി വളാഞ്ചേരി മർക്കസിലെ അതിന്റെ ഏറ്റവും അവിടെ ഫീസ് കൊടുത്ത് പഠിച്ച ആ മക്കള് അതുപോലെ പഠനം അന്തിമ ഘട്ടത്തിൽ വെച്ച് പല സ്ഥാപനങ്ങളും നിർത്തുക അതൊന്നും പ്രശ്നമായില്ല. പക്ഷെ ഇത് ആ ലാസ്റ്റ് പരീക്ഷന്റെ ഘട്ടത്തിൽ വെച്ച് തലേന്ന് വെച്ചാണ്ട് വലിയ കല്യാണ പേരേന്ന് പണ്ട് ചോറില്ല എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു പരിപാടി എടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതിഷേധം അതിലേറെ ഉണ്ടാവുക എന്നുള്ള എന്റെ അഭിപ്രായം. ഞാനൊക്കെ രക്ഷിതാക്കളെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതെന്താ മാഞ്ഞാളം കളിച്ചാ കുട്ടികളെ പഠനം വെച്ചാണ്ട് അവൻ വലിയ ഉസ്താദന്മാരെ ഇത് മഹാ അബദ്ധമായി പോയി. അതുകൊണ്ടല്ലേ കോടതി വിധി ഏറ്റവും അനുകൂലമായത്. അതാ കാര്യം. അതേപോലെ ഞാൻ 600 പേജിന്റെ വിഷയം ആ മനുഷ്യനെ അക്കീം പൈസ പറയുമ്പോ പറഞ്ഞ എന്താ കാര്യങ്ങള് അങ്ങനെ പറയാൻ പാടില്ല. അദബുകേടാണ്. അള്ളാഹ് നമുക്ക് പുറത്തേറ്റെ സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി എന്നൊക്കെ പറഞ്ഞിട്ടാ മൂപ്പരെ പറഞ്ഞത്. ഒക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാ. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞ മക്കൾ നന്നാൻ വേണ്ടി പറഞ്ഞാണ്. റസൂലുള്ളാഹിനെ മഹത്വവൽക്കരിച്ചാ പറഞ്ഞത്. അതിന് കുറെ നീതീകരണം കൊണ്ടുവന്ന് പിന്നെ നമ്മളെ കുന്നുംകുളം അബ്ദുസലാം ബാക്കവിയ അയാൾ പോലും അങ്ങനത്തെ പ്രസംഗം പ്രസംഗിച്ചിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ അള്ളാഹു നിസ്കരിച്ചതിലേറെ നമ്മൾ പലരും നിസ്കരിച്ചെന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതാ ഒരു താരതമ്യം. ആ പ്രസംഗത്തിന് പേരിൽ അയാളെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ പേരിൽ പറഞ്ഞതിനൊക്കെ ഒരു ചതിയും കൊതും വേണ്ടേ. ഞാൻ 600 പേജിന്റെ വിഷയം, അതേപോലെ തന്നെ അയാൾക്ക് മതവിരുദ്ധത ആരോപിച്ച വിഷയങ്ങൾ, മറ്റുള്ള വിഷയങ്ങളൊക്കെ അതാ സത്യം. അതിൻ്റെയൊക്കെ യഥാർത്ഥ നിജസ്ഥിതി പഠിച്ചു നോക്കണ്ടി. ആ നമ്മളെ കുന്നുംകുളം അബ്ദുസലാം ബാക്കവിന്റെ ഇങ്ങനെ ചോദിച്ചിന് പിന്നെ അന്യമതങ്ങളെ ഗ്രന്ഥം പഠിക്കണേ പറ്റിയൊക്കെ പറഞ്ഞാണ്ട് ഏത് ബൈബിള് ഉമർ ഖത്താബ് റളിയല്ലാഹു വായിച്ചു കണ്ടപ്പോ ഏതൊരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉമർ ഖത്താബ് റളിയല്ലാഹു വായിക്കണുണ്ടപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇജ്ജെന്തിനാ വായിക്കണം ചോദിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ ചോദിച്ചു. അങ്ങനെ വായിക്കണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ഭാഗം മാത്രം. എന്നാലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ബൈബിൾ പഠിക്കാൻ പറഞ്ഞ സഹാബികളുണ്ട്. ആ ചരിത്രമൊക്കെ മടച്ചു. ഇന്ന് മോഡേൺ യുഗത്തിനോട് സംവദിക്കാൻ പ്രാപ്തരായിട്ട് മതഭൗതിക സമന്വയ പഠനം ഉണ്ടാക്കണ ഒരു പഠിക്കണ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളതൊക്കെ പഠിപ്പിക്കൽ ആവശ്യമാണ്. എന്നിട്ട് നമ്മളെ മൗലവി കുന്നുംകുളം അബ്ദുസലാം ബാക്കവി ഒക്കെ തനി മറച്ചു വെച്ചിട്ട് കാപ്പട്ടിയാ പറഞ്ഞ സത്യത്തില്. ഈ കാപ്പട്ടി തന്നെ വിലക്കെ കാട്ടിക്കൂട്ടണം ഷജറുകള്. ഈ ചോദ്യം ചോദിക്കുക, അതായത് അക്കീം ഫൈസിനെ വ്യക്തിപരമായി ഉന്നയിച്ച വിഷയങ്ങൾ എന്തുകൊണ്ട് കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കാത്ത പോലെ, ആ ചോദ്യം മനസ്സിലാവാത്ത പോലെ പിന്നെയും ഒടി മറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇവര് പിന്നെയും പറയാ പലവട്ടം കേട്ടു. എന്തിനാ കേട്ടത്? CAC വിഷയത്തിലാ കേട്ടത്. വ്യക്തിപരമായി ഉന്നയിച്ച വിഷയങ്ങൾ അയാൾ ഇന്നും എന്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ തിരുത്താൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യങ്ങനെ നമ്മളോട് എന്താ പറയാ പ്രസ്ഥാനത്തിനോട് യാചിച്ചുകൊണ്ടുണ്ട്. ഞാൻ അയാൾക്ക് മുമ്പ് കുറെ ധാർഷ്ട്യം ഉണ്ടായിന്ന് വെച്ചോളി. അയാളിപ്പോ പറഞ്ഞു ഇന്നൊന്ന് കേൾക്കാൻ തയ്യാറാവി, എന്നെ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ വരുമ്പോ കേൾക്കാതെക്കണ അക്രമാണ്, നീതീകരിക്കാൻ പറ്റാത്ത തെറ്റാണ്. നമ്മളെ ബഹുമാനപ്പെട്ട നേതൃത്വ സമസ്തയാണ്. സമസ്തന്റെ മഹാന്മാരായ നേതൃത്വമാണെങ്കിലും ഒരു മനുഷ്യൻ ഞാനാവട്ടെ ആരാവട്ടെ ഇന്നൊന്ന് കേൾക്കണം, എന്റെ ഭാഗം കേൾക്കണം എന്ന് പറയുമ്പോ കേൾക്കല് നമ്മളെ ആവശ്യ. നമ്മളെ ഭാഷ പറഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ അയാളെ തള്ളിയോല ഭാഷയെ പറഞ്ഞാൽ സുന്നത്യമാത്തേക്ക് തിരിച്ചു വരുന്ന വിഷയല്ലേ. ഒരു മനുഷ്യൻ തിരിച്ചു വരാൻ ഹൈറല്ലേ. മനുഷ്യന്മാരെ അതിൻ്റെ ഇടയിൽ ബീപ്പടങ്ങി പോലെ മനുഷ്യന്മാരെ നമ്മൾ പോലൊക്കെ അതിൻ്റെ ഇടയിൽ ആ വിഷയം തീരുമാനാക്കണ്ടേ. അങ്ങനെ ചിന്തിച്ചൂടെ? ഒരാളിതാ സുന്നത്യമായത്തിൽ ചില വിരുദ്ധ ആശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു, അയാൾ പറഞ്ഞു ഞാൻ തിരുത്താൻ റെഡിയാണ്, എന്നെ കേൾക്കണം എന്ന് പറയുമ്പോൾ അയാളെ കേട്ടൂടെ? ഇല്ലേ കേട്ടില്ലേ പഠിച്ചോണ്ട് അമ്മേനെ പറഞ്ഞില്ലേ ആർക്കും ആയുസ് ഉണ്ടാകുക? മരിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഇല്ലാത്ത കഷ്ടം. എന്നിട്ട് കോട്ടി മാട്ടി ഓടി മറിഞ്ഞ് നമ്മളെ കൊള്ള വരിക. വാഫി വിഷയത്തിന്റെ ഓരോ മൂല്യങ്ങൾ പഠിച്ചു നോക്കണ്ടി. അതിന്റെ ഓരോന്നും മനസ്സിലാവും. വാണക്കാട്ടെ തെങ്ങന്മാരെ തള്ളി മറ്റേ തള്ളി എന്നൊക്കെ പറഞ്ഞൊക്കെ 100% വ്യാജപ്രചരണ. ചില സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ഈ അംസക്കുട്ടിയിലാരും മറ്റുപോലൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോ, പല ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ സമസ്തന്റെ ഒപ്പം നിൽക്കാന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി ഓലൊക്കെ സഹിച്ച ത്യാഗം സത്യത്തിൽ ഹൈദരലി ശബ്ദങ്ങളും സ്വാദിഖലി ശബ്ദങ്ങളൊക്കെ നമ്മളെ ഉലമാക്കും നമ്മളെ സമസ്തക്കും വേണ്ടി സഹിച്ചു കൂട്ടിയതിന് കണക്കില്ല. ഇവലാരും അല്ല സഹിച്ച്. അങ്ങനെ ആരും കരുതും വേണ്ട. എന്നിട്ട് കോട്ടി മാട്ട ഓടി മറിയാം, നുണ പറയാം. നിർത്തിയാളി പൊന്നാര ചങ്ങന്മാരെ.